Hi guys, welcome back to my drama explainer. ഓഫീസിൽ നടന്ന ഒരു സ്ഫോടനത്തെ അതിജീവിച്ച ശേഷം സാവൻ വീട്ടിലേക്ക് വരികയും ഹീജുവായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചല്ലായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. അപ്പൊ മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ ഒരു സ്ഫോടനം നടക്കുന്നതിന് മുന്നേ എന്തായിരുന്നു സാവന്റെ ഓഫീസിൽ സംഭവിച്ചതെന്നാണ്. ഓഫീസിലെ സാവൻ മാത്രമല്ല ഉള്ളത്, ആ കോള് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമും ഉണ്ട്. സാവനാണെങ്കിൽ കിഡ്നാപ്പറോട് സംസാരിക്കുവാണ്, അതായത് ഹീജുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ആരോ ഡോറിൽ നോക്ക് ചെയ്ത സൗണ്ട് കേട്ട് ഒരു ടീം മെമ്പർ ഡോർ തുറന്നു നോക്കുന്നു. ഒരു പിസ്സ ബോക്സ് അവിടെ ഉണ്ട്, അത് എടുത്തോണ്ട് വന്ന് ആരെങ്കിലും പിസ്സ ഓർഡർ ചെയ്തിരുന്നു എന്ന് ചോദിക്കുക മാത്രമല്ല അത് തുറക്കാനും നിൽക്കുന്നുണ്ട്. ദോജെ പെട്ടെന്ന് ആ ബോക്സ് ശ്രദ്ധിക്കുന്നതും അത് തുറക്കരുതെന്ന് പറയുന്നു. എന്നാൽ ആര് കേൾക്കാൻ, അപ്പോഴേക്കും അത് തുറക്കുന്നു, ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തന്റെ റൂമിലേക്ക് തീ ആളി വരുന്നത് ഒരു ഞെട്ടലോടെ സാവൻ കാണുന്നു. ഈ സൗണ്ട് ആയിരുന്നു ഹീജു കേട്ടിരുന്ന ആ സൗണ്ട് ഏതാന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ സാവൻ കണ്ണു തുറക്കുന്നു, അവൻ ഹോസ്പിറ്റലിലാണ്. ദോജയാണ് അവനെ വിളിച്ചെഴുന്നേപ്പിക്കുന്നത്. ടീം മെമ്പേഴ്സിനൊന്നും വലിയ പരിക്കില്ലാന്നും പോലീസ് ഫുട്ടേജ് അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ദോജെ സാവനോട് ഇൻഫോം ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ അവനൊരു CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആ കിഡ്നാപ്പർ സാവനോട് പേഴ്സണലായി പറയുന്ന പോലെ ഹായ് കാണിക്കുകയും കൊന്നു കളയുന്ന ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നതും സാവൻ ടെൻഷനായി കൊണ്ട് തന്നെ ഫോൺ എടുത്ത് നോക്കുന്നു. ഹീജു രാത്രി 10:49 സേഫ് ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന ബോഡി ഗാർഡിന്റെ മെസ്സേജ് കാണുമ്പോഴാണ് സാവന് ആശ്വാസമാവുന്നത്. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നിൽക്കുന്നത് കണ്ട് ദോജെ തടയാൻ ശ്രമിക്കുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ ചുമ്മാ ഇരിക്കണം എന്നാണോ നീ പറയുന്നത്? അവൻ എന്റെ ഓഫീസിലേക്ക് കയറി വന്നു, എന്റെ ടീമിന് നേരെയാണ് ബോംബിട്ടത്, അവൻ എന്നെ ചലഞ്ച് ചെയ്യാനാ നോക്കുന്നത് എന്ന് സാവൻ പറയുന്നു. പക്ഷെ റിപ്പോർട്ടേഴ്സ് അറിഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാവും എന്ന് ദോജെ പറയുന്നു. സാവൻ അത് തന്നെയായിരിക്കും അവനും വേണ്ടത്. ഞാനിതിൽ ഇൻവോൾവ് ആണെന്ന കാര്യം റിപ്പോർട്ടേഴ്സ് അറിയാൻ പാടില്ല, പക്ഷെ എനിക്കിതിന് റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. ഞാനിതിൽ ഇൻവോൾവ് ആണെന്ന് അറിയാതെ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ വേറെയും ഉണ്ട് എന്ന് ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ സാവൻ വീട്ടിലേക്ക് വരുന്നതും ഹീജുവിനെ ലിഫ്റ്റ് ചെയ്ത് ടേബിളിലേക്ക് ഇരുത്തുന്നതും. സാവൻ ഈ ഇടയായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കറിയാത്തൊരു ഹീജു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഏതാണ് ശരിക്കുള്ള ഹീജു എന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നീയാണ് എന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി, അതുകൊണ്ട് കോപ്പറേറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അവരുടെ സ്കേർട്ട് മാറ്റാൻ നോക്കുന്നതും ഹീജു തടയുന്നു. അല്ലേലേ ആ ന്യൂസ് കണ്ട് പകച്ചുപോയ ഹീജു ഇതോടെ കാണുന്നതും ഞെട്ടിത്തരിച്ചിരിക്കുന്നു. അവൻ നേരെ അവളെ കൊടുത്ത് ബെഡിലേക്ക് ഇടുവാണ്. തന്നെ ജീവനോടെ വിഴുങ്ങാനുള്ള അവന്റെ എക്സ്പ്രഷൻ കണ്ട് ഹീജു പെട്ടെന്ന് തന്നെ ബുക്കും പെന്നും എടുത്ത് നിനക്ക് മുറിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എഴുതി ചോദിക്കുന്നു. ഏതോ ഒരു പ്രാന്തൻ എന്റെ പേഴ്സണൽ ഓഫീസിലേക്ക് ബോംബ് ഡെലിവറി ചെയ്തു എന്ന് സാവൻ പറയുന്നു. അത് കിഡ്നാപ്പർ ആണോ എന്ന് ഹീജു ചോദിക്കുന്നു. അതേന്നും പറഞ്ഞ സാവൻ ആ ബുക്ക് വാങ്ങി ഇനി ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാം എന്ന് പറയുന്നു. നിനക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നല്ലേ പറഞ്ഞത്, അവൻ ആരാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്ന് സാവൻ ചോദിക്കുന്നു. ഹീജു ഇല്ലാന്ന് തലയാട്ടുന്നു. നിനക്ക് അറിയില്ലല്ലേ, പക്ഷെ എന്തുകൊണ്ട് അവന് നിന്നെ നന്നായിട്ട് അറിയാവുന്നത് പോലെ എനിക്ക് തോന്നുന്നേ എന്ന് ചോദിച്ച് സാവൻ പതിയെ അവരുടെ സ്കേർട്ട് മാറ്റുന്നു. നിന്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളതും ഇന്റിമേറ്റ് ആയിട്ടുള്ളതുമായ പല കാര്യങ്ങളും അവൻ അറിയാലോ എന്നാണ് സാവൻ ചോദിക്കുന്നത്. ഞാൻ ഈ സീൻ നല്ല ത്രില്ലിലായിരുന്നു ഇരുന്ന് കണ്ടേ. നിങ്ങളും ഇതുപോലെ ത്രില്ലിലായിരുന്നു ഇരുന്ന് കണ്ടതെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വല്ല മെന്റൽ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആവാനുള്ള ടൈം അതിക്രമിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ സെക്ഷൽ അസോൾട്ട് ആണ്. ഇതൊന്നും കണ്ട് ബട്ടർഫ്ലൈസ് വരാൻ പാടില്ല. ആ ഒരു കാര്യം എനിക്കും അറിയാം, പക്ഷേ ഒരു ബട്ടർഫ്ലൈ അല്ല, ഒരു 4-5 ഫാമിലി ബട്ടർഫ്ലൈ ഈ ഒരു സീൻ കണ്ടപ്പോൾ എന്റെ വയറ്റിൽ ഇങ്ങനെ ഗുളുഗുളു ആയിട്ടുണ്ടായിരുന്നു. എന്റെ കാര്യത്തിൽ ബട്ടർഫ്ലൈ, ഹീജു ആണെങ്കിൽ ഇവിടെ ടെൻഷൻ അടിച്ച് ചാവാനായിട്ടുണ്ട്. ഇവൻ ഇനി ആ ഫോട്ടോ എങ്ങനെ സത്യമാണോ നോക്കാൻ പോവായിരിക്കോ എന്ന് ചിന്തിച്ച് ഹീജു വേറെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വഴിയും ഇല്ലാതെ സാവനെ പിടിച്ചു കൊണ്ടുവന്നു. നീ എന്തുവായി ചെയ്യുന്നേ എന്ന് സാവൻ ചോദിക്കുന്നു. അവള് ബുക്ക് എടുത്തെഴുതി നീ എന്തുവായി ചെയ്യുന്നേ എന്ന് സാവനോട് തിരിച്ചു ചോദിക്കുന്നു. അവൻ എന്നെ കുറിച്ച് എന്തറിയാന്നാ നീ എന്തുവായി ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നേ? അവൻ കിഡ്നാപ്പ് ചെയ്തത് എന്നെയാണ്, അവൻ ഹേർട്ട് ചെയ്തത് നിന്നെയാണ്, എന്നിട്ട് നമ്മൾ എന്തുവായി ചെയ്തോണ്ടിരിക്കുന്നേ എന്ന് ഹീജു ചോദിക്കുന്നു. അതായത് ഞാൻ എന്താ ചെയ്യുന്നതെന്നോ ഞാൻ എന്താ കാണാൻ ശ്രമിക്കുന്നത് എന്നോ നിനക്കറിയില്ല, അതല്ലേ നീ പറഞ്ഞു വരുന്നത് എന്ന് സാവൻ ചോദിക്കുന്നു. അവളതിന് തലയാട്ടുന്നു. ഈ സമയത്ത് സാവന് കോള് വരുന്നു. ദോജയാണ്. സാവൻ അവളുടെ സ്കേർട്ട് നേരെയാക്കി നേരത്തെ ചെയ്തതിന് അവളോട് സോറി പറഞ്ഞ് അവിടുന്ന് പോകുന്നു. കണ്ടോ ഇതാണ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത്. വാ, ബാക്ക് ടു ദ പോയിന്റ്. സാവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയത് കാരണം ഈജുവിന് സമാധാനമാവുന്നു. കാരണം അമ്മാതിരി ഒരു രക്ഷപ്പെടലായിരുന്നു അത്. ഇവിടെ സാവൻ ദോജയോട് സംസാരിക്കുവാണ്. സ്ഫോടനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. പോലീസിന്റെ സംശയം അതൊരു ആഴ്സണിസ്റ്റ് ചെയ്തതായിരിക്കാം എന്നാണ്. എന്നാൽ സാവന്റെയും ദോജയുടെയും അഭിപ്രായത്തിൽ അത് കിഡ്നാപ്പർ ചെയ്തതാണ്. എന്നാൽ ഈ കാര്യം അവർക്ക് പോലീസിനോട് പറയാനും പറ്റില്ല. ദോജെ, പോലീസ് ആ കോൾ റെക്കോർഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. അത് ഒരിക്കലും ലീക്ക് ചെയ്യാൻ പാടില്ല. ന്യൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൾ റെക്കോർഡ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് മാത്രം അവർക്ക് കൊടുത്താൽ മതി, അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് സാവൻ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് ഹീജു കേട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ സാവൻ അത് എഡിറ്റ് ചെയ്തിട്ടാണോ കൊടുത്തത് എന്ന് ഹീജു ചോദിക്കുന്നു. ഇപ്പൊ ഹീജു അവളെ നേരത്തെ പൊട്ടിച്ച ആ ഗ്ലാസിന്റെ പീസ് എടുത്തോണ്ടിരിക്കുവാണ്. ഈ സമയത്ത് സാവൻ അങ്ങോട്ട് വന്ന് നിന്റെ ഫോൺ എടുത്തിട്ട് വാ, എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. ഇനി ഇപ്പൊ എന്തുവാ ദൈവമേ എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാക്കിംഗ് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്ന് സാവൻ തെളിയിച്ച് പറയുന്നത്. അവളത് എടുക്കാൻ പോകുന്ന സമയത്ത് നീ എന്താ ഇത്രയ്ക്ക് കെയർലെസ് ആയിരിക്കുന്നേ, നീ നിന്റെ കൈ വെച്ച് ജോലി ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഗ്ലാസിന്റെ പീസ് പെറുക്കിയെടുക്കുന്നു. ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സാവൻ അവളിന്ന് വർക്കിന് പോവാത്തത് കാരണം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഹീജു ആണെങ്കിൽ ഹാക്കിങ്ങോ അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ അവന് തോന്നാൻ കാരണം എന്തായിരിക്കും?
ദൈവമേ, ഇനി ആ ഫോട്ടോ കാരണമായിരിക്കുമോ എന്ന് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ പോയി ആ കിഡ്നാപ്പറുടെ ഫോൺ എടുത്ത് ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അത് സ്വിച്ച് ഓഫ് ചെയ്ത് ഭദ്രമായിട്ട് എടുത്തു വെക്കുന്നു. ഇവിടെ ഇതേ സമയം ഏതോ ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ഇട്ട് ഒരാള് മീൻ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. അയാൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് ഫോൺ എടുത്ത് നോക്കുന്നു. സാവുന്റെ ഓഫീസിൽ നടന്ന ഫയർ ആക്സിഡന്റിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് കണ്ട അയാള് ന്യൂസ് കണ്ടോ, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. മെസ്സേജ് അയക്കുന്ന വ്യക്തി ഇനി മുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ചെയ്യരുത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനു ഒഴിവാക്കി, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നേ എന്ന് ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട ആള് ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു. നിനക്കൊരു ജോലിയുണ്ട് എന്ന് ഓപ്പോസിറ്റുള്ള ആള് മെസ്സേജ് അയച്ചത് വായിച്ച് ഇയാൾ ചിരിക്കുന്നു. സാവൻ ഇവിടെ തന്റെ ഓഫീസിലാണ്. ഹീജുവിന്റെ ഫോണിൽ ഹാക്കിങ്ങിന്റെ സൈൻ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അവന്റെ പണി കഴിഞ്ഞ് അവളുടെ ഫോൺ നോക്കുന്ന സമയത്ത് ആകെ ഒരേ ഒരു ആപ്പ് മാത്രമാണ് ഹീജു ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് സാവൻ കാണുന്നു. ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് മാത്രം. അവൻ കുറച്ചൊന്ന് ആലോചിച്ച് ആ ആപ്പ് എടുക്കുന്നു. മറ്റാരുടെയും ചാറ്റ് അവൻ നോക്കുന്നില്ല, സംഗുവിന്റെ ചാറ്റ് അവൻ നോക്കുന്നു. ആ ചാറ്റ് നോക്കുന്ന സമയത്ത് നൂരി ഡ്രീം സെന്റർ എന്ന് പറയുന്ന ഒരു ഓർഫനേജിന്റെ മുന്നിൽ നിന്നും സംഗുവും ഹീജുവും കുറച്ച് കുട്ടികളുടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ സംഗു ഹീജുവിന് അയച്ചു കൊടുത്തത് അവൻ കാണുന്നു. ഇവിടെ ഇതേ സമയം സംഗു ന്യൂസ് സ്റ്റേഷനിലെ മീറ്റിംഗിലാണ്. ആ ഷോയുടെ ഡയറക്ടർ എന്ന് തോന്നുന്ന ഒരാളെന്ന് പറയാൻ കാരണം അയാൾ കറക്റ്റ് ആരാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. നീ നിന്റെ ചാനലിൽ ഇതുവരെ റിവീൽ ചെയ്യാത്ത എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് സംഗുവിനോട് ചോദിക്കുന്നു. റിവീൽ ചെയ്യാത്ത ആ ഒരു കാര്യം അവൻ നമ്മുടെ ഷോയിൽ വന്ന് പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് യൂരി അയാളോട് ചോദിക്കുന്നു. സംഗു ആണെങ്കിൽ ഒന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാവരും ആ ഒരു കാര്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ്. സോ അവനത് പറഞ്ഞു തുടങ്ങുന്നു. നൂരി ഡ്രീം സെന്റർ എന്ന് പറയുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ഞാൻ അവിടെയായിരുന്നു വളർന്നത്. 20 വർഷത്തിന് മുന്നേ ആ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്ന ടൗണിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ മാൻഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. മാൻഷൻ കാണാൻ വേണ്ടി സോളിന്ന് വന്ന ആ ഫാമിലിയിലെ യങ് മാസ്റ്റർ. അവന്റെ റൂമിൽ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും നല്ല എൻജോയ് ചെയ്ത് കളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവിടെ ടെറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടു എന്നവൻ പറയുന്നു. അവനൊരു ഹൊറർ സ്റ്റോറി പറയുന്ന ബിൽഡപ്പിലായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബാക്കി എന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ പേടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവന്റെ ഫോണിൽ അലാം അടിക്കുന്നു. കഥ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ ഒരു സൗണ്ട് കേൾക്കുന്നതും നന്നായിട്ട് ഞെട്ടിപ്പോകുന്നു. ഇത്രയ്ക്ക് ഞെട്ടിപ്പോയി ഇവരെ ഒന്നും കാര്യമാക്കാതെ എനിക്ക് ലഞ്ചിനൊരു പ്ലാൻ ഉണ്ട് എന്നും പറഞ്ഞു പോയ സംഗുവിനെ കണ്ട് യൂരി ഇതെന്തിന്റെ കുഞ്ഞാണോ എന്നാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി ഹീജുവായിട്ട് ലഞ്ച് കഴിക്കലായിരുന്നു സംഗുവിന്റെ പ്ലാൻ. യൂരിയും അവിടെ ലഞ്ചിന് വേണ്ടി ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് വരുന്നു. അവള് വെയിട്രസിനോട് പ്രൈവറ്റ് റൂം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വെയിട്രസ് ആണെങ്കിൽ എല്ലാം ഫുൾ ആണെന്നാണ് പറയുന്നത്. യൂരി അതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്ന സമയത്താണ് സംഗുവിനെയും ഹീജുവിനെയും കാണുന്നത്. 3 പേരും ഒരേ ന്യൂസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടും യൂരി ആണെങ്കിൽ പൊട്ടിത്തെറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടും അവരോട് പെട്ടെന്ന് തന്നെ ഹായ് പറയുന്നു. യൂരി സംഗുവിനോട് നിനക്ക് ഹീജു ആയിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ആണ് എന്ന് സംഗു റിപ്ലൈ കൊടുക്കുന്നു. ഞാനും ഇന്ന് ഇവിടുന്ന് കഴിക്കുന്നത്. ഈ പ്ലാൻ പെട്ടെന്നുണ്ടായതാട്ടോ എന്ന് യൂരി വളരെ വളരെ ഹാപ്പി ആയിട്ട് പറയുന്നു. അവള് റിസർവ് ചെയ്ത ടേബിളിലേക്ക് പോവാൻ നിന്ന യൂരി വീണ്ടും തിരിച്ചു വന്ന അവരോട് എന്റെ ഗസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവനെ തന്നെ നോക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ, അഥവാ അവന് കംഫർട്ടബിൾ അല്ലാതായാലോ എന്ന് ചോദിക്കുന്നു. ഹീജു അത് സമ്മതിച്ചു കൊടുക്കുന്നു. യൂരി നല്ല ഹാപ്പിയായി തുള്ളിച്ചാടി പോകുന്നത് കണ്ട് സംഗു എന്താ വല്ല സെലിബ്രിറ്റിയും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹീജു അറിയില്ല എന്ന് പറയുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് സാവുൻ വരുന്നു. സാവുൻ വരുന്നതും യൂരി ചാടി എഴുന്നേറ്റ് സീനിയർ എന്നും പറഞ്ഞ് വിളിച്ചു പോകുന്നു. ഇവളിപ്പോ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ആരെയെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയ ഹീജു അങ്ങോട്ടേക്ക് നടന്നു വരുന്ന സാവുനെ കാണുന്നതും കുടിച്ചോണ്ടിരുന്ന വൈൻ തരിപ്പി പോയി ചുമയ്ക്കുന്നു. സംഗു സാവുനെ നേരിട്ട് കണ്ട ഷോക്കിലാണ്. ഹീജു ആണെങ്കിൽ ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേ എന്ന് ചിന്തിച്ച് അവൻ എന്റെ അടുത്തേക്കൊന്നും വന്നേക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ അവളുടെ ആ പ്രാർത്ഥന ഫലം കാണുന്നില്ല. ഇന്റർപ്രറ്റർ ഹീജു എന്നുള്ള സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൾ കാണുന്നത് തന്റെ അടുത്ത് പന പോലെ നിൽക്കുന്ന സാവുനെയാണ്. സംഗുവും യൂരിയും ഹീജുവും ഈ ഒരു സിറ്റുവേഷൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇതേ സമയം ദോജ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പോലീസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ദോജയുടെ വീണ്ടും ഉള്ള ക്വസ്റ്റ്യൻസ് കേട്ട് പോലീസ് പ്രസിഡൻഷ്യൽ ഓഫീസിലുള്ള ആർക്കാണ് ഇത്രയും ഈ ഒരു കേസിന്റെ അപ്ഡേറ്റ് അറിയേണ്ടത് എന്ന് ചോദിക്കുന്നു. ദോജയാണെങ്കിൽ എന്ത് പറയണമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്താണ് വേറൊരു സൗണ്ട് കേൾക്കുന്നത്. പോലീസും ദോജയും എല്ലാം സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു തീപിടുത്തമാണ്. ദോജയെ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ജാക്കറ്റും ക്യാപ്പും ഒക്കെ ഇട്ട ഒരാളെ കാണുന്നു. അയാളെ കണ്ട് സംശയം തോന്നുന്നതും ദോജ അയാളുടെ പുറകെ ഓടുന്നു. കുറച്ച് പണി പെട്ടിട്ടാണെങ്കിലും അവൻ അയാളെ പിടിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതേ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള സാവുന്റെ കടന്നുവരവ് കാരണം 4 പേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥയാവുന്നു. സംഗു ഫിഷ് കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിനാക്കി ആ പ്ലേറ്റ് ഹീജുവിന് കൊടുക്കുന്നു. അവളത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നു. സാവനാണെങ്കിൽ ഇതൊക്കെ ബോംബ്ലാസ്റ്റിക് സൈഡേ ഇട്ട് നോക്കുവാണ്. യൂരി ഇപ്പൊ സാവനോട് ഹീജുവിനെ എങ്ങനെയാ പരിചയം എന്ന് ചോദിക്കുന്നു. ഹീജു ഒരു തവണ ബ്രിട്ടീഷ് എംബസിയിൽ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഇന്റർപ്രറ്റർ ആയിട്ട് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക്സ് പറയാൻ വേണ്ടി ഒരു ദിവസം ഇവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഇതുപോലെ ഇവിടെ വെച്ച് കണ്ടുമുട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ സാവൻ അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി വന്നതിന് സംഗുവിനോട് സോറി പറയുന്നു. അതിന് വിഷയമൊന്നുമില്ല, ഹീജു കാരണം എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ
കുടിക്കാൻ പറ്റിയില്ലേ, അതൊരു വലിയ കാര്യമാണ് എന്ന് സംഗു പറയുന്നു. കൂടെ വൈൻ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സാവൻ ആ ഗ്ലാസ് കമിഴ്ത്തി വെച്ച് ഞാൻ രാവിലെ കുടിക്കാറില്ല എന്ന് പറയുന്നു. സാവൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുകയാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഹീജു സംഗുവിനെ ചടപ്പിക്കാതിരിക്കാൻ വേണ്ടി അവക്ക് വൈൻ ഒഴിച്ചു തരാൻ പറയുന്നു. വൈൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവൻ നീ ഓക്കെ ആണോ, നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് ഹീജുവിനോട് സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നു. ഞാൻ ഓക്കെ ആണെന്ന് ഹീജുവും പറയുന്നു. ഇതൊക്കെ കണ്ട് സാവൻ സംഗുവിനോട് നിനക്ക് സൈൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയാലോ, നീയും ഇന്റർപ്രറ്റർ ആണോ, നിനക്ക് എന്താ ജോലി എന്നൊക്കെ ചോദ്യത്തിന്റെ മേലെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സംഗു കഴിക്കുന്നത് നിർത്തി സാവനെ നോക്കുന്നു. എങ്ങനെ നോക്കാതിരിക്കും, വന്നപ്പോ തൊട്ട് സാവൻ തിരിച്ചും മറിച്ച് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. യൂരി അതിന് ഉത്തരം കൊടുക്കാൻ വരുന്നതും ഞാൻ ഡോക്ടറാണ് എന്ന് സംഗു പറയുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് സാവൻ ചോദിക്കുന്നു. സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് സംഗു പറയുന്നു. അടുത്തത് നീ മാരീഡ് ആണോ എന്നാണ് സാവൻ ചോദിക്കുന്നത്. എന്റെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് സംഗു ചോദിക്കുന്നതിന് അതെ എന്നാണ് സാവൻ പറയുന്നത്. ഈ ഒരു സീൻ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് ഡ്രാമയുടെ ഇടയിൽ സാവൻ BL ഉണ്ടാക്കാൻ പോവാ. സീൻ കച്ചറയാവുന്നത് കണ്ട് ഞാൻ ഇന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീജു അവിടുന്ന് പോകുന്നു. പോവുകയല്ല, ആക്ച്വലി സാവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാര്യം എന്താണെന്ന് അറിയുന്നത് കാരണം സാവൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. സോ അവൾ അവിടുന്ന് പോകുന്നു. ഇപ്പൊ സാവന് ഒരു കോള് വരുന്നത് കാരണം അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവനും അവിടുന്ന് പോവുകയാണ്. സംഗു യൂരിയോട് ഇവൻ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഞാൻ അവന്റെ ടൈപ്പ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഒരിക്കലും അല്ല, കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ പറ്റി അപവാദം പറയുവാണോ എന്ന് യൂരിയും പറയുന്നു. സാവനെ വിളിച്ചിരിക്കുന്നത് ദോജയാണ്. ഇൻവെസ്റ്റിഗേഷന്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ദോജയെ നേരത്തെ പിടിച്ച ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോ. പോലീസ് അടുപ്പിച്ച് 2 ദിവസം തീയിടണമെന്നാണെങ്കിൽ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാവും എന്ന് ചോദിക്കുന്നു. അയാള് ഇന്ന് തീയിട്ടത് ഞാനാണ്, എന്നെ ഇന്നലെ തീയിട്ടത് ഞാനല്ല, സത്യമായിട്ടും. അവനെ പിടിക്കാതെ നിങ്ങൾ എന്തിനാ ആ കുറ്റം എന്റെ തലയിലിടുന്നേ? അവൻ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അവൻ എന്റെ ഏരിയയിലാണോ ഇതേപോലെ ഓരോന്ന് ചെയ്തു വെക്കുന്നേ? ആ ചെറിയ ചെക്കന് വേറൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ എന്ന് ആരെയോ ഓർത്തുകൊണ്ട് പറയുന്നു. ചെറുതോ എന്ന് പോലീസും ചോദിക്കുന്നു. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം എന്ന് ദോജയോട് പറഞ്ഞ് സാവൻ കോള് കട്ട് ചെയ്ത് തിരിയുന്നതും അവൻ ഹീജുവിനെ കാണുന്നു. അവള് നേരെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി ടൈപ്പ് ചെയ്യുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഹാക്കിങ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കലാണോ നിന്റെ പരിപാടി എന്ന് അവള് ചോദിക്കുന്നു. എന്താ ഞാൻ ചാറ്റ് നോക്കാൻ പാടില്ല? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് സാവൻ തിരിച്ചു ചോദിക്കുന്നു. നീ എന്തുവായി പറയുന്നേ? നീ എന്നെയും സംഗുവിനെയും സംശയിക്കുവാണോ എന്ന് ഹീജു ടൈപ്പ് ചെയ്യുന്നു. അത് വായിച്ച് സംശയോ എന്തിനെ കുറിച്ച് എന്ന് സാവൻ ചോദിക്കുന്നു. ഹീജു എന്തായാലും സംഗു എന്തായാലും അതുപോലെ ഒരാളല്ല എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സാവൻ ദേഷ്യം വന്ന ഫോൺ വാങ്ങുന്നു. സാവൻ നിനക്ക് അവനെ അത്ര നന്നായിട്ട് അറിയോ? അവൻ നല്ലവനാണെന്നും കോളേജ് ഫ്രണ്ട് ആണെന്നും ഒക്കെ അല്ലേ നീ പറഞ്ഞത്? എന്തോ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ച് നിന്റെ അടുത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു തോൽവി മാത്രമാണ് അവൻ. പിന്നെ നിനക്ക് അവനെ നന്നായിട്ട് അറിയാന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്റെ കാര്യമോ? നിനക്ക് എന്നെ കുറിച്ച് എന്താ അറിയുന്നേ? 20 വർഷത്തോളമായിട്ട് നമുക്ക് പരസ്പരം അറിയില്ലേ? നിനക്ക് എന്നെ നന്നായിട്ട് അറിയോ? എനിക്ക് നിന്നെ നന്നായി അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ അങ്ങനെയല്ലാന്ന് ഈയിടെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഇമോഷണലായി പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. ഇവനിപ്പോ എന്താ പറ്റിയ എന്ന് ചിന്തിക്കുന്ന ഹീജുവിനെ അവളുടെ സെന്ററിലെ ഡയറക്ടർ കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. സാവൻ സംഗുവിനോടും യൂരിയോടും ബായ് പറഞ്ഞ് ഫുഡിന്റെ ബില്ല് പേ ചെയ്ത് അവിടുന്ന് പോകുന്നു. പുറകെ തന്നെ ഹീജുവും സെന്ററിലേക്ക് പോണെന്ന് പറഞ്ഞ് ബായ് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. സാവൻ തന്റെ ഓഫീസിലേക്കാണ് വരുന്നത്. ദോജ അവനോട് നേരത്തെ അറസ്റ്റ് ചെയ്ത ആള് ഒരു ആഴ്സണിസ്റ്റ് ആണ് എന്ന് പറയുന്നു. പോലീസ് കേസ് ആവാത്ത ഒരു ഫയർ ഇൻസിഡന്റ് പാർക്കിൽ വെച്ച് രാത്രി നടന്നിട്ടുണ്ടായിരുന്നു എന്നും ആ തീയിൽ പെട്ട് ഒരു തെരുവ് പൂച്ച മരിച്ചിട്ടുണ്ടായിരുന്നെന്നും ആ തീ ഇട്ട ചെറുപ്പക്കാരൻ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നും ഇപ്പൊ പോലീസ് പിടിച്ച ആഴ്സണിസ്റ്റ് ഇല്ലേ അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ദോജയെ സാവനോട് പറയുന്നു. ആ തീ ഇട്ടത് ഒരു ടെസ്റ്റ് എന്ന പോലെ ചെയ്തതായിരിക്കോ എന്ന് സാവൻ ചോദിക്കുന്നു. ദോജെ അതെ, ഈ പിടിച്ച ആഴ്സണിസ്റ്റ് പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ 2 ഇൻസിഡന്റ്, അതായത് പാർക്കിൽ വെച്ച് സംഭവിച്ചതും പിന്നെ നമ്മുടെ ഓഫീസിൽ നടന്ന ആക്സിഡന്റ്, ഇത് രണ്ടും അയാൾ ചെയ്തിട്ടുള്ളതല്ല എന്ന് പറയുന്നു. ആനിമൽസിനോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ തീയിട്ടാൾ ഒരു സൈക്കോപാത്ത് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സാവൻ സംഗുവിന്റെ ബിസിനസ് കാർഡ് കൊടുത്ത് അവനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. എന്നാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ദോജയ്ക്ക് ആളെ അറിയാം. സംഗുവിന്റെ യൂട്യൂബ് ചാനൽ ദോജെ സാവന് കാണിച്ചു കൊടുക്കുന്നു. യൂട്യൂബറാണ്, ഡോക്ടറാണ്, മിസ്റ്ററി കേസ് ഒക്കെ സോൾവ് ചെയ്യാറുണ്ട് എന്ന് തുടങ്ങി സംഗുവിന്റെ വിശേഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ദോജെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാവന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. അവന് നല്ല ബോഡിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിടയിൽ നല്ല പോപ്പുലർ ആണ് എന്നൂടെ ദോജെ പറയുന്നതും സാവന്റെ ആ ഒരു ഇത് കൂടി വരുന്നു. ഇവിടെ ഹീജു ഗ്യാരേജിൽ നിന്നും തന്നെ കാർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. സെക്യൂരിറ്റി അവളോട് കാർ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. അവൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. ഷട്ടർ ആണെങ്കിൽ താനേ താഴെയും ചെയ്യുന്നുണ്ട്. അവൾ അതിനകത്ത് ലോക്കായി പോകുന്നു. ഇപ്പോ കാർ മുകളിലേക്ക് ലിഫ്റ്റ് ആവുന്നു. റേഡിയോ താനേ ഓൺ ആവുകയും ചാനൽസ് താനേ മാറുകയും ചെയ്യുന്നുണ്ട്. ഹീജു യൂസ് ചെയ്യുന്ന കിഡ്നാപ്പറിന്റെ നമ്പർ ഇല്ലേ, ആ നമ്പറിന്റെ യൂസർ കോൾ മീ നൗ എന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് FM-ൽ പറയുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും ഹീജു ആകെ പേടിച്ചു പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവളുടെ കാർ നിന്നിരുന്ന പൊസിഷനിലേക്ക് തന്നെ എത്തുന്നു. സെക്യൂരിറ്റി വന്ന് ഷട്ടർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ പോയെന്നാ ഞാൻ കരുതിയേ എന്ന് പറയുന്നു. ഹീജു വളരെയധികം പേടിച്ചുകൊണ്ട് ഇപ്പൊ കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. കാർ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവള് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്ന് കിഡ്നാപ്പറിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. കോൾ മീ നൗ എന്ന് പറയുന്ന ഒരു സോങ് ആയിരുന്നു FM-ൽ പ്ലേ ആയത്. അത് കിഡ്നാപ്പർ അവൾക്ക് കൊടുത്തിട്ടുള്ള സൈൻ
പയ്യനാണോ എന്നാണ് ഹീജു സംശയിക്കുന്നത്. സാവോനെ ഈ നമ്പറിൽ നിന്നും കോൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും കിഡ്നാപ്പർ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഹീജു ടൈം നോക്കുമ്പോൾ 9:55 10 മണിയായിട്ടില്ല. എന്നാൽ സാവോൻ ലോക്ക് തുറന്ന് വീട്ടിലേക്ക് വരുന്നതിന്റെ സൗണ്ട് കേട്ട് ഹീജു ഇത്ര പെട്ടെന്ന് ഇവൻ വന്നോ എന്ന് ചിന്തിക്കുന്നു. 10 മണിയാകുമ്പോൾ അവൾക്ക് സാവോന് കോൾ ചെയ്തേ പറ്റൂ. അതിനവൾ ഒറ്റയ്ക്ക് ആയിരിക്കുകയും ചെയ്യണം. സോ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിൽ ഹീജു റൂമിൽ നിന്നും വരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ കാണുന്നത് സാവോനെയാണ്. സാവോന അവൾക്ക് അവളുടെ ഫോൺ കൊടുത്ത് ഹാക്കിങ്ങിന്റെ ട്രേസ് ഒന്നുമില്ല എന്ന് പറയുന്നു. അവൾ അതും വാങ്ങി പെട്ടെന്ന് പോകുന്നത് കണ്ട് സാവോൻ നീ എങ്ങോട്ടേക്കാ പോകുന്നേ എന്ന് ചോദിക്കുന്നു. ഐസ്ക്രീമും ബിയറും വാങ്ങും കടയിൽ പോവാണ് എന്നവൾ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. വേറെ എന്തെങ്കിലും വേണോ എന്ന് സാവോൻ ചോദിക്കുമ്പോൾ ഹീജു വേണ്ടാന്ന് പറയുന്നു. അവൾക്ക് വേണ്ടി സാധനം വാങ്ങാൻ അവനാണ് പുറത്തേക്ക് പോകുന്നത്. ആര് പോയാലെന്താ, അവളുടെ ആവശ്യം ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും നടന്നിട്ടുണ്ട്. അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ അവനെ കോൾ ചെയ്യുന്നു. സാവൻ കോൾ എടുത്ത പാടെ ചോദിക്കുന്നത് നിന്റെ പണിയെല്ലാം ചീറ്റിപ്പോയല്ലേ, പോലീസ് കേസായില്ലേ എന്നാണ്. നീ എന്റെ ഭീഷണി ഇത്ര കുറച്ച് കണ്ടതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ഹീജു പറയുന്നു. സാവോൻ അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഹീജുവിനെ വിട്ടുപോയാൽ അതിൽ നിന്നും നിനക്ക് എന്ത് നേട്ടമാ ഉണ്ടാവുന്നേ എന്ന് ചോദിക്കുന്നു. ഹീജു അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് പതറിപ്പോകുന്നു. അവസാനം അവള് നീ എന്തുവായി പറഞ്ഞു വരുന്നേ, നീ അവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നുമല്ലല്ലോ, ഇപ്പോഴും നിനക്ക് അവളെ ഇഷ്ടമൊന്നും അല്ലല്ലോ, സോ അവളെ അങ്ങ് ഒഴിവാക്കിയേക്ക് എന്ന് പറയുന്നു. നിനക്ക് ഒരു നേട്ടവും ഇല്ല, മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണോ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? നിനക്ക് അവളുമായിട്ട് എന്ത് ബന്ധവും ഉള്ളത്? ഒരിക്കലും നിനക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തരില്ല. കിഡ്നാപ്പ് ചെയ്യുകയും ബോംബ് യൂസ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രാന്തനാണ് നീ. അതുപോലെ ഒരുത്തനായി നിനക്ക് ഹീജുവിനെ ഞാൻ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ ഗിവപ്പ് ചെയ്യാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് സാവോൻ പറയുന്നു. അല്ല നീ എന്താ അവളെ ഗിവപ്പ് ചെയ്യാത്തെ എന്ന് ഹീജു ചോദിക്കുന്നതും സാവോൻ ഇന്നത്തെ സംസാരം ഇവിടെ വെച്ച് നിർത്താം, ഹീജു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഹീജു ആണെങ്കിൽ ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഇവൻ എന്തുവായി ചിന്തിക്കുന്നേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ സാവോൻ ഐസ്ക്രീമും ബിയറും കൊണ്ടുവന്നിട്ടുണ്ട്. ഹീജു അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്ത് സാവോൻ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറയുന്നതും അവള് കുടിച്ചുകൊണ്ടിരുന്ന ബിയർ തരിപ്പി പോകുന്നു. ഞാൻ ഇപ്പൊ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ആരെങ്കിലും നിന്നെ മിസ്ലീഡ് ചെയ്താലോ എന്ന് കരുതിയാണ്. എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നിനക്ക് ഡിവോഴ്സ് കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരിക്കലും എനിക്ക് ചീത്തപ്പേരുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഐ ശരി, നിന്റെ റെപ്യൂട്ടേഷൻ നാശാവെന്ന് കരുതിയിട്ടാണോ എന്ന് കരുതി ഹീജു അവന് പുച്ഛിക്കുന്നു. സാവൻ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഹീജു ഓ ഗോഡ് ഇവൻ ഇനി അടുത്തത് എന്താ വേണ്ടേ എന്ന് ചിന്തിക്കുന്നു. ബിയറിനൊക്കെ ഉണ്ടാവുന്ന ഒരു പതയില്ലേ, അത് അവളുടെ ചുണ്ടിന്റെ മേലെ ഉണ്ടായിരുന്നു. അത് തുടച്ചു കൊടുത്തുകൊണ്ട് സാവൻ നീ ചെയ്യുന്ന എല്ലാം ഗ്ലംസി ആണല്ലോ എന്ന് പറയുന്നു. ഹീജുവിന് അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അത് കാണുന്നതും സാവോന് ചിരി വരുന്നു. സാവോൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ് സെന്ററിലേക്ക് എത്തിയില്ലേ, എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ ബെസ്റ്റ് കൊടുത്ത ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഹീജു അവന്റെ കൈ പിടിച്ച് നിർത്തുന്നു. എന്തിനാ ഞാൻ നിന്റെ കൂടെ വേണമെന്ന് നീ പറയുന്നേ? പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് ഞാൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേരും മുഖവും ഈ ലോകം മുഴുവൻ കാണും. ആ കാര്യം നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നവൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നത് കേട്ട് സാവോൻ ചിരിച്ചുകൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് നീ വരും എന്ന് നീ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഹീജു പറയുന്നു. വാവ് എന്തൊരു കോൺഫിഡൻസാ, നീ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ലല്ലോ എന്ന് സാവോൻ പറയുന്നതിന് എക്സ്പീരിയൻസ് അല്ല എല്ലാം, നീ എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും എന്ന് ഹീജു ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. സത്യമായിട്ടും ഞാൻ എന്താ പറയാൻ പോകുന്നത്, എന്താ ചിന്തിക്കുന്നത് എന്ന് നിനക്ക് പറയാൻ പറ്റും എന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്നെ കിഡ്നാപ്പ് ചെയ്യുകയും എന്റെ ഓഫീസിലേക്ക് ബോംബ് എറിയുകയും ചെയ്ത ഒരുത്തനില്ലേ, അവന് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നെ കുറിച്ചല്ല, നമ്മളെ കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് എന്നത് ഒരു പക്ഷേ സത്യമായിരിക്കാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഒരിക്കലും അല്ല, നീ പറഞ്ഞതെല്ലാം തെറ്റാണ്. നിനക്ക് എന്ത് തേങ്ങയാടാ ഞങ്ങളെ കുറിച്ച് അറിയാം എന്ന് അവനോട് ചോദിക്കാനാണ് എനിക്ക് ഇഷ്ടം. അത് തന്നെയാണ് ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ഹീജുവിനോട് പറഞ്ഞുകൊണ്ട് സാവോൻ റൂമിലേക്ക് പോകുന്നു. എന്തിപ്പോ ഇവിടെ ഉണ്ടായേ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഹീജു പിന്നീടാണ് സാവോൻ പോയത് അവന്റെ റൂമിലേക്കല്ല എന്റെ റൂമിലേക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. സോ അവള് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കാണുന്നതോ അവൻ നല്ല സുഖമായിട്ട് അവളുടെ ബെഡിൽ കിടക്കുന്നത്. ഇവനെന്താ ഇവിടെ ചെയ്യുന്നേ എന്നും ചിന്തിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഹീജുവിനോട് സാവോൻ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നവന്ന് കിടക്കാൻ നോക്ക്, ഞാൻ കടിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നു. അവള് വീണ്ടും അവിടെ നിൽക്കുന്നത് കണ്ട് സാവോൻ എന്നാ പിന്നെ അവിടെ തന്നെ നിന്നേക്ക് എന്നും പറഞ്ഞ് അവൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഹീജു അത് ഇഷ്ടപ്പെടാതെ ലൈറ്റ് ഇടുന്നു. അവനാണെങ്കിൽ ആ ലൈറ്റ് വീണ്ടും ഓഫ് ചെയ്യുന്നു. അവള് വീണ്ടും ലൈറ്റ് ഇടുന്നത് കണ്ട് കിടക്കാൻ നിന്ന് സാവോൻ എന്തു പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയാണോ നിനക്ക്? സ്വപ്നം കണ്ടാ മതി, ഞാനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്നോ ചെയ്തേനെ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്ന് നീ മറക്കണ്ട എന്ന് പറഞ്ഞ് അവൻ കിടക്കാൻ പോകുന്നു. വീണ്ടും അവനൊന്ന് ആലോചിച്ച് അല്ല ഇനി നീ എന്നെ എന്തെങ്കിലും ചെയ്തു എന്നുള്ള പേടിയാണോ നിനക്ക്?
ശരിയാണ്, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. നിനക്ക് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ തന്നെ നിന്നു, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടക്കുന്നത് കണ്ട് കലിയിളകി ഹീജു അങ്ങോട്ട് പോയി ആ തലയണയും വലിച്ച് അവന്റെ ഉറക്കത്തിന് തടസ്സം വരുത്തി അവൾ സുഖമായിട്ട് കിടക്കുന്നു. ഇനി അടിയുണ്ടാക്കാൻ നിൽക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് സാവോനും കിടക്കുന്നു. സാവോൻ അവന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും സേഫ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസം അതിനെ കുറിച്ചൊന്നും വെറിയാവാതെ നീ കിടന്നുറങ്ങിക്കോ. പിന്നെ കിഡ്നാപ്പ് ചെയ്ത ദിവസം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു ദുസ്വപ്നമാണെന്ന് കരുതി നീ മറന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് കണ്ണടച്ച് നീ അന്ന് കേട്ട കാര്യങ്ങളും നീ മറന്നു കളഞ്ഞേക്ക് എന്ന് പറയുന്നു. ശവമായതിനു ശേഷം എന്നെ വിളിക്കുക എന്ന് പറഞ്ഞത് മറക്കണം എന്നാണോ നീ പറയുന്നേ എന്ന് ഹീജു ചിന്തിക്കുന്ന സമയത്ത് സാവോൻ ആ സമയത്ത് കേട്ടതൊന്നും കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയുന്നു. ഹീജു അവനെ നോക്കി ഉറങ്ങിപ്പോകുന്നു. അവൾ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പായതിനു ശേഷമാണ് സാവോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഹീജുവിന്റെ ചെറുപ്പത്തിൽ നടന്നൊരു ഇൻസിഡന്റ് ആണ് കേട്ടോ. അവൾ ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്ന സമയത്ത് അമ്മ കരയുന്നത് കേട്ട് അവൾ കണ്ണു തുറക്കുന്നു. അമ്മ അവൾ എഴുന്നേറ്റു എന്ന് അറിയുന്നതും നീ മാത്രം എന്താ ജീവനോടെ ഇരിക്കുന്നേ, നിനക്ക് മാത്രം എന്താ ഒരു കുഴപ്പവും ഇല്ലാത്ത, നിനക്കും മുറിവ് പറ്റേണ്ടതല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത് കാരണം ഹീജു കരയുന്നു. അമ്മ അവളുടെ വാ പൊത്തിപ്പിടിച്ച് മിണ്ടിപ്പോവരുത്, ഒരു സൗണ്ടും ഉണ്ടാക്കരുത്, അങ്ങേരുടെ സ്വന്തം മകൾക്ക് ചെവി കേൾക്കില്ല, ഉണ്ടായിരുന്ന ഒരു മകനാണെങ്കിൽ മരിച്ചും പോയി, എന്നാൽ നിനക്കൊരു കുഴപ്പവും ഇല്ലാത്തത് ചെയർമാനെ അപ്സെറ്റ് ആക്കിയാൽ നമ്മളെ പിടിച്ച് പുറത്താക്കും, നീ ഇനി ഒന്നും സംസാരിക്കരുത്, നീ ഷോക്കായി പോയത് കാരണം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് വേണ്ടേ, നിനക്ക് നിന്റെ ശബ്ദം പോലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്, നമുക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ ചെയർമാനെ നമ്മളോട് സഹതാപം തോന്നണം, മനസ്സിലാവുന്നുണ്ടോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. എത്ര കാലം ഞാൻ സംസാരിക്കാതിരിക്കണം എന്ന് ഹീജു ചോദിക്കുന്നു. അമ്മയുടെ സംസാര രീതി കേട്ട് ഇനി ഒരിക്കലും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കി ഹീജു കരയുന്നു. ആക്ച്വലി അവൾക്ക് സംഭവിച്ച ആക്സിഡന്റ് കാരണം ഉണ്ടായ സെലക്റ്റീവ് മ്യൂട്ടിസം കൊണ്ടല്ല അവൾ സംസാരിക്കാത്തത്, അവളുടെ അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇത്രയും കാലം സംസാരിക്കാതിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഹീജുവിന്റെ സംസാരശേഷിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, അവൾക്ക് എത്ര വേണേലും സംസാരിക്കാം. പക്ഷേ അവളുടെ അമ്മയാണ് അവളെ സംസാരിക്കാൻ സമ്മതിക്കാത്തത്, അല്ലാതെ സെലക്റ്റീവ് മ്യൂട്ടിസം ഒന്നും അല്ല. ഈ ചെയർമാൻ എന്ന് അമ്മ പറയുന്നില്ലേ, അത് ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് കേട്ടോ. ഹീജുവിന്റെ അമ്മ ഹീജുവിന്റെ അച്ഛനെ ഒഴിവാക്കിയതിനു ശേഷം ആയിരിക്കാം ചെയർമാനെ വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്റെ ഒരു അനുമാനമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം സ്വപ്നം കണ്ട് കരഞ്ഞുകൊണ്ടാണ് ഹീജു എഴുന്നേൽക്കുന്നത്. ഇപ്പൊ സാവോനും അവന്റെ ഫ്രണ്ടായ ഹ്യോക്ജിനും ഇൻഡോർ ടെന്നീസ് കളിച്ചു കഴിഞ്ഞ് ടയേർഡായി ഇരിക്കുവാണ്. ഹ്യോക്ജിൻ ഓ ഞാൻ മറന്നുപോയി, ആ മറ്റേ കാര്യം എന്തായി, ആ അവിഹിതത്തിന്റെ കേസ് അവൻ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. സാവൻ അവന്റെ കാര്യം ഓർത്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കണ്ടെന്ന് തോന്നിക്കാണും എന്ന് പറയുന്നു. അവനൊരു വൃത്തികെട്ട വായി നോക്കിയാണല്ലേ, സാധാരണ വല്ലവരും ആണെങ്കിൽ ആ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് വരെ പിന്നെ ഉറക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഹ്യോക്ജിൻ. പക്ഷേ അവനത് കണ്ടുപിടിക്കണ്ട എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അത് ട്രൂ ലവ് ആണെന്നാണ്, അവനവന്റെ വൈഫിന് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് സാവനൊന്നും പറയുന്നില്ല, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണ്. ഇവിടെ ഇതേ സമയം ഹീജുവിന്റെ അച്ഛന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ വേണ്ടി നഴ്സ് വീൽ ചെയറിൽ കൊണ്ടുവന്നിരിക്കുവാണ്. ബ്ലാങ്കറ്റ് എടുക്കാൻ മറന്നത് കാരണം അതെടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോകുന്നു. ഈ സമയത്ത് ഒരാൾ അങ്ങോട്ട് വരുന്നു, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അയാൾ വന്ന് ഹീജുവിന്റെ അച്ഛന്റെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് പോകുന്നു. തന്റെ ജാക്കറ്റ് അഴിച്ച് ഹീജുവിന്റെ അച്ഛനെ ഇട്ട് കൊടുത്ത് വിസിലടിച്ചുകൊണ്ടാണ് അയാൾ മുന്നോട്ട് നടക്കുന്നത്. ഇപ്പോ അയാളുടെ ഫേസ് കാണിക്കുന്നു, അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണി രണ്ടും ഡിഫറെന്റ് കളറാണ്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഇയാൾ തന്നെയാണ് ഹീജുവിന്റെ കിഡ്നാപ്പർ. ഒന്നാമത്തെ എപ്പിസോഡിൽ ഹീജുവിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്ത കാര്യമാണ് ആ കൃഷ്ണമണിന്റെ കളർ, രണ്ടും ഡിഫറെന്റ് ആയിരുന്നു, ഇതും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഇയാൾ തന്നെ കിഡ്നാപ്പർ. ഇയാളുടെ കഴുത്തിന്റെ സൈഡിൽ ഒരു പൊള്ളിയ പാടൊക്കെ ഉണ്ട് കേട്ടോ, ഈ തീയൊക്കെ ഇടുന്നതും അയാൾ തന്നെ ആയിരിക്കും, ഇതിന്റെ ഇടയിൽ പറ്റിയതൊക്കെ ആയിരിക്കും. എന്തായാലും ഇപ്പൊ ഹീജുവിന് അവളുടെ അച്ഛന്റെ ഫോണിൽ നിന്നും കോൾ വരുന്നു, വീഡിയോ കോളാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ക്യാം ആണ് ഓൺ ആയി കാണിക്കുന്നത്, അച്ഛനെ ഒന്നും കാണിക്കുന്നില്ല. ചേച്ചി എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നതും ഹീജു ഷോക്കായി പോകുന്നു, കാരണം ആ ചേച്ചി വിളി ഇവള് മുന്നേ കേട്ടത് ആ കിഡ്നാപ്പറുടെ വായനാണ്. ചേച്ചിക്ക് സുഖമല്ലേ, എന്റെ ഫോൺ എവിടെ, ആ ഫോൺ ചേച്ചിയാണ് എടുത്തതെന്ന് എനിക്ക് അറിയാം എന്ന് കിഡ്നാപ്പർ പറയുന്നു. ഹീജു അവളുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കിഡ്നാപ്പർ പറയുന്നത് ഇനി മുതൽ ഞാൻ ചോദ്യം ചോദിക്കും, അതിന് ചേച്ചി ഉത്തരം പറയണം. ആ ഫോൺ ചേച്ചി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചേച്ചി സാവുനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നല്ലേ. സാവുന്റെ കയ്യിൽ നിന്ന് ചേച്ചിക്ക് എന്താ കിട്ടാനുള്ളത്, ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ആ ഫോണിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നാണ് പറയുന്നത്. ഹീജു വളരെ പതിയെ ഡിവോഴ്സ് ആണ് വേണ്ടത് എന്ന് പറയുന്നത് കേട്ട് കിഡ്നാപ്പർ പൊട്ടിച്ചിരിക്കുവാണ്. ശരിയാ, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണേലും ദേഷ്യം വരും, കാരണം സാവുൻ അന്ന് അങ്ങനെയായിരുന്നല്ലോ ബിഹേവ് ചെയ്തത്. അതുകൊണ്ട് ചേച്ചി അവനെ വിളിക്കണം, വിളിച്ചുകൊണ്ടേയിരിക്കണം. എനിക്ക് എന്തായാലും ചേച്ചിയെ ഇഷ്ടമായി, കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ അതേ ഗോളാണ് ചേച്ചിക്ക് ഉള്ളത്. സോ ചേച്ചി തന്നെ ആ ഫോൺ വെച്ചോ, പക്ഷെ ഒരു കാര്യം പ്രോമിസ് ചെയ്യണം, ചേച്ചി സാവുനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ തന്റെ കയ്യിലിരിക്കുന്ന കർച്ചീഫ് തുറന്നു കാണിക്കുന്നു. അതിൽ പറിച്ചെടുത്തിട്ടുള്ള പല്ല് കണ്ട് ഹീജു ആകെ ഞെട്ടിപ്പോകുന്നു. കിഡ്നാപ്പർ ചേച്ചിയാണിത് തുടങ്ങി വെച്ചത്, അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്നും ചേച്ചിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കാണിച്ചു കൊടുക്കാതെ കോള് കട്ട് ചെയ്യുന്നു. അവൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നഴ്സിംഗ് ഹോമിലേക്ക് വരുന്നു. പോലീസ് അവിടെയുണ്ട്. അവൾ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോയി ഒരു കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തുവാണ്. അവിടെയുള്ള നഴ്സ് കുഴപ്പമില്ല, മയക്കത്തിലാണ് എന്നൊക്കെ പറയുന്നു.
പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ടെൻഷൻ മാറുന്നില്ല. പോലീസ് നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്കുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടേക്കുന്ന പല്ല് കാണിച്ചു കൊടുക്കുന്നു. ആ കിഡ്നാപ്പർ നേരത്തെ പിടിച്ചിരുന്ന ആ പല്ല് നിങ്ങളുടെ അച്ഛന് കുഴപ്പമൊന്നും ഇല്ലാത്തത് കാരണം ഇത് വേറെ ആരുടെയെങ്കിലും പല്ലായിരിക്കും. ഞങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം, ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്ന് പോലീസ് പറയുന്നു. ഇപ്പൊ ഹീജുവിന്റെ അച്ഛൻ കണ്ണു തുറക്കുന്നു. അവളെ കാണുന്നതും അച്ഛൻ പറയുന്നത് കിഡ്നാപ്പർ പറഞ്ഞ മെസ്സേജാണ്, അവനെ വിളിക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് കണ്ട് അവള് തകർന്നു പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഹീജു പോലീസ് കാറിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ കാറിലെ റേഡിയോ ശരിക്കും വർക്കാവാതിരിക്കുന്നത് കണ്ട് ഹീജുവിന് കിഡ്നാപ്പറെയാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ പറഞ്ഞ കാര്യവും കിഡ്നാപ്പർ പറഞ്ഞ കാര്യവും എല്ലാം കൂടെ ആലോചിച്ച് അവൾക്ക് വോമിറ്റ് ചെയ്യാൻ വരുവാണ്. ഇത് കണ്ട് പോലീസ് കാർ നിർത്തി ഡോറ് തുറന്നു കൊടുക്കുന്നു. അവളവിടെ ആ റോഡിൽ നിലത്തിരുന്നുകൊണ്ട് ഞാൻ വേറെ എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നേ, ഞാൻ വെറും വിഡ്ഢിയായിരുന്നു, എന്റെ ലൈഫ് എപ്പോഴെങ്കിലും ഈസി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് അവളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഓർത്ത് അവൾ ഒരുപാട് കരയുന്നു. അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലീസിന്റെ ശ്രദ്ധ മാറി ഇതെന്താ എന്ന് പറഞ്ഞ റോഡിലേക്ക് നോക്കുവാണ്. ഹൈ സെക്യൂരിറ്റിയോടെ വരുന്ന കാറ് കണ്ട് ഇതെന്താ ഇവരെന്തിനാ നമ്മളെ നേരെ വരുന്നത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് പരസ്പരം ചോദിക്കുന്നത്. ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സാവോനെ കണ്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. അവൻ നല്ല പ്രിൻസ് ഷാമിങ് ലുക്കിൽ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് ഹീജുവിനും ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ പോലീസിനോട് നിങ്ങളുടെ ഹാർഡ് വർക്കിന് നന്ദിയുണ്ട്, ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നു. പോലീസാണെങ്കിൽ വാ പൊളിച്ച് നിൽക്കുവാണ്. റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം എന്ന് സാവോൻ പറയുന്നു. പക്ഷേ നിങ്ങൾ തമ്മിൽ അതിന് എന്ത് റിലേഷൻഷിപ്പാ ഉള്ളേ എന്ന പോലീസിന്റെ ചോദ്യത്തിന് ഞങ്ങൾ ഫാമിലിയാണ് എന്ന് പറഞ്ഞ സാവോൻ ഹീജുവിനെ പിടിച്ചെഴുന്നേപ്പിക്കുന്നു. ഇവളെന്റെ വൈഫാണ് എന്ന് പോലീസിനോട് സാവോൻ പറയുന്നത് കേട്ട് ഹീജു ഷോക്കാവുന്നു. അവക്ക് ഷോക്കായിരിക്കാം, എന്നാൽ ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സാവോൻ ഹീജുവിനെ വൈഫാണെന്ന് പറഞ്ഞ ഒരാളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ആനന്ദ കണ്ണീര് വന്നു. യുനോ എനിവേ, അപ്പൊ ഇതുവരെയാണ് 3ാമത്തെ എപ്പിസോഡ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.